പാൻഡമിക്കിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യത്യാസം ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷനിലും ഗ്ലോബൽ എക്കണോമിക് സിറ്റുവേഷനിലും വന്നിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് പ്രധാനമായിട്ടും US പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിന് ഇത്ര വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷനിൽ വന്നിട്ടുള്ളത്. സോ അതിന്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. കോവിഡ് പാൻഡമിക് കാരണം ഒരുപാട് കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള ഒരുപാട് കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നോർമലി നമ്മുടെ കോവിഡ് കാരണം ആൾക്കാർ മരിച്ചതിന് പുറമെയുള്ള എക്കണോമിക് ഇമ്പാക്ട്സിനെ കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആ കാരണങ്ങളൊക്കെ കൊണ്ട് എല്ലാവരും ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു സ്റ്റാഗ്നേഷനിൽ നിന്ന് കരകയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ടിപ്പിക്കലി ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ബാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണ്. സോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസ് എന്ന് പറയുമ്പോഴേക്കും മിക്കവാറും നോർത്ത് അമേരിക്കൻ എക്കോണമീസ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ യൂറോപ്യൻ എക്കോണമീസ് വരുന്നുണ്ടാവും. യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കാൻ ചാൻസ് ഉണ്ട്. ജർമ്മനി ഇപ്പൊ ശരിക്കും ഒരു സിവിയർ റിസഷൻ ഫേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം പല രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കരകയറിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറാനായിട്ട് അവർക്ക് പല രീതിയിലുള്ള മെഷേഴ്സ് എടുക്കേണ്ടി വരും. ആ മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോഴാണ് ഇന്ത്യയിലോട്ട് എല്ലാവർക്കും ഫോക്കസ് വന്നിട്ടുള്ളത്. സോ അവിടെ ഇന്ത്യക്കുള്ളൊരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ വലിയ രീതിയിൽ ഒരു പോപ്പുലേഷൻ ഉള്ളൊരു രാജ്യമാണ് നമ്മുടേത്. ഇൻഫാക്ട് നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് വർക്കിംഗ് പോപ്പുലേഷൻ ഉള്ളതും ഇന്ത്യയിൽ തന്നെയാണ്. സോ വി ഹാവ് ക്വാളിഫൈഡ് പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ് വിത്തിൻ അസ് ആൻഡ് വി ഹാവ് ദാറ്റ് ഇൻ വെരി ലാർജ് നമ്പർ. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള സർവീസസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സർവീസസ് ഒക്കെ ഡെലിവർ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പോപ്പുലേഷന്റെ ഒരു കാര്യം കൊണ്ട് ഇന്ത്യയിലോട്ട് എല്ലാവർക്കും ഒരു ഫോക്കസ് ഉണ്ട്. ഓൾറെഡി ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ കാരണം ഇന്ത്യയിലെ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് നേരത്തെ തന്നെ എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള ഒരു മേഖലയായിരുന്നു. പക്ഷേ കോവിഡ് പാൻഡമിക്കിന് ശേഷം ഇതേ പോപ്പുലേഷൻ കൊണ്ട് തന്നെ ശരിക്കും എല്ലാ ആൾക്കാർക്കും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ സർവീസസ് എല്ലാം ഡെലിവർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മാർക്കറ്റിൽ തന്നെ അവരുടെ ഓപ്പറേഷൻസ് അടക്കം എല്ലാം കൂടിയിട്ട് ഈ പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനികൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. സോ ടിപ്പിക്കലി വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് ഓഫ് ഷോറിംഗ് മേഖലയിലാണ്. ഈ പറഞ്ഞ എല്ലാ കമ്പനികളും ഇന്ത്യയിലോട്ട് അവരുടെ ഓഫീസ് വരുന്നു. ഇവിടെയുള്ള യങ് വർക്കിംഗ് പോപ്പുലേഷനെ വെച്ചിട്ട് അവരുടെ ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിഗ്നിഫിക്കന്റ് റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ആ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള വേൾഡിന്റെ ഗ്ലോബൽ ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വലിയ വലിയ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളൊക്കെ എക്കണോമിക് റിസഷൻ ഫേസ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എക്കണോമിക് ആയിട്ടുള്ള ഇപ്പൊ കുറച്ച് റേറ്റ് കുറവാണെങ്കിൽ പോലും, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് കുറവാണ് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന്റെ റേറ്റ്, പക്ഷെ എങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതലായിട്ട് ആ ഒരു എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 10-15 ചിലപ്പോൾ 20-25 വർഷം വരെയൊക്കെ ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇന്ത്യക്ക് ഗ്ലോബൽ എക്കോണമിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ടിപ്പിക്കലി ഇന്ത്യയിലോട്ട് അവരുടെ എല്ലാ ഓപ്പറേഷൻസും കൊണ്ടുവരികയും ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ഇൻഫാക്ട് ഈ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഓഫ് ഷോറിംഗ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞൊരു 3 വർഷത്തിനുള്ളിൽ ഏതാണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ടിപ്പിക്കലി അമേരിക്കയിൽ നിന്നുള്ള വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഓഫീസൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാരെ വർക്ക് ചെയ്യണം എന്ത് വന്നാലും. സോ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ കേസിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം അമേരിക്കയിൽ തന്നെയായിരിക്കും. അമേരിക്കൻ ഗവൺമെന്റിനാണ് അവർ ടാക്സ് കൊടുക്കുന്നത്. അമേരിക്കയിലുള്ള റിപ്പോർട്ടിംഗ് അതോറിറ്റീസിനാണ് അവർ റിപ്പോർട്ടിംഗ് എല്ലാം ചെയ്യേണ്ടത്. ഈ കംപ്ലയൻസ് അതുപോലെ തന്നെ നിയമങ്ങളെല്ലാം പാലിക്കുമ്പോഴേക്കും എല്ലാം അമേരിക്കൻ നിയമങ്ങളൊക്കെ തന്നെ അറിയണം. അമേരിക്കൻ റെഗുലേഷൻസ് ഇൻവോൾവ് ആണ്. സോ അമേരിക്കൻ കമ്പനികളുടെ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിലുള്ള ഇപ്പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ള പ്രൊഫഷണൽസിനെ ഇപ്പറഞ്ഞ കമ്പനികൾക്ക് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ
ഇവിടെയുള്ളപ്പോൾ ഇപ്പൊ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ചെയ്തിട്ട് അമേരിക്കയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇവിടെ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കൻ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരുടെ എണ്ണത്തിലുള്ള കുറവാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രൊഫഷണൽ കോഴ്സസ് നമുക്കറിയാം. ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സസിൽ CA വരുന്നുണ്ട്, അതേപോലെ തന്നെ കമ്പനി സെക്രട്ടറിഷിപ്പ് വരുന്നുണ്ട്, ഇന്ത്യൻ CMA വരുന്നുണ്ട്. അതുകൂടാതെ UK-യിലുള്ള ACCA, US-ൽ തന്നെയുള്ള CMA, ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുള്ള കോഴ്സസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സസിനെ പറ്റി അറിയാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ACCA എന്ന് പറയുന്നത് UK ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് US കമ്പനീസിൽ ഒരു പരിധി കൂടുതൽ അവരെ റിക്രൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ നോർമലി റിപ്പോർട്ടിങ്ങിന്റെ കേസൊക്കെ വരുമ്പോഴേക്കും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ACCA-കാരെയൊക്കെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു റിപ്പോർട്ടിങ് UK-യിലുള്ള കമ്പനികൾക്കാണെങ്കിൽ ACCA അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ബട്ട് US കമ്പനീസിലോട്ട് വരുമ്പോഴേക്കും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുള്ളൂ. പിന്നുള്ളത് CMA US-ന്റെ കേസിലാണ്. സോ CMA US-ന്റെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ശരിക്കും ഒരു മാനേജ്മെന്റ് ക്വാളിഫിക്കേഷൻ, അതൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ല. സോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള രീതിയിലുള്ള വർക്ക് ഒക്കെ ചെയ്യിക്കാൻ മാത്രമേ CMA US കൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഹയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ അതുകൊണ്ട് തന്നെ CMA US-നെയും ഒരു നോർമൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണുന്നുള്ളൂ. ഒരു സ്പെഷ്യലൈസ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഈ കമ്പനികളൊന്നും തന്നെ ട്രീറ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വേണം എന്നുള്ള ഒരു നിർബന്ധം ഈ പറഞ്ഞ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കർശനമാക്കി തുടങ്ങി. സോ അവിടെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴേക്കും ടൂ ഫോൾഡർ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ US-ൽ നിന്നുള്ള വർക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും പല സെക്ടറിലായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒക്കെ തന്നെ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ കഴിഞ്ഞൊരു 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലുള്ള പല കമ്പനികളും വളരെ വലിയ രീതിയിൽ ഇപ്പൊ ഫോർച്യൂൺ 500 കമ്പനികളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വളരെ വലിയ കമ്പനികളാണ്. അപ്പൊ ഐ തിങ്ക് അറൌണ്ട് ഒരു ഫോർച്യൂൺ 500-ൽ ഒരു 30-40% വരുന്നത് അമേരിക്കൻ കമ്പനികളാണ്. ഈ കമ്പനികളെല്ലാം ഇന്ത്യയിലോട്ട് എല്ലാ സെക്ടറിലുമാണ് ഓഫ്ഷോറിംഗ് സംഭവിച്ചിരിക്കുന്നത്. മാനുഫാക്ചറിങ് കൊണ്ടുവരുന്നുണ്ട്, സർവീസസ് കൊണ്ടുവരുന്നുണ്ട്, ടേർഷ്യറി സെക്ടർ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള വർക്കുകളും വരുന്നുണ്ട്. സോ ഇതെല്ലാം തന്നെ ടേക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അമേരിക്കൻ ക്വാളിഫിക്കേഷൻസ് അത്യാവശ്യമാണ്. മാനുഫാക്ചറിങ് സെക്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വാളിഫിക്കേഷൻസ് മതി. ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് വരുമ്പോഴേക്കും നമുക്ക് ടിപ്പിക്കലി വേണ്ടത് US CPA പോലത്തെ ഒരു ക്വാളിഫിക്കേഷനാണ്. So, and moving on to why you can be here at Prepq. Okay. Prepq-ന്റെ കേസിൽ ലൈവ് ഓൺലൈൻ ക്ലാസ് റണ്ണിംഗ് ആണ് തരിക. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുക. ആൻഡ് വി പ്രൊവൈഡ് 300 hours ഓഫ് CPA. ഓക്കെ. ആൻഡ് വി പ്രൊവൈഡ് സർജൻ CPA ആൻഡ് EA റിവ്യൂ. കാരണം ഒരു അമേരിക്കൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ യു നീഡ് അമേരിക്കൻ മെറ്റീരിയൽസ് ആൻഡ് സർജൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് അമേരിക്കൻ റിവ്യൂ പ്രൊവൈഡേഴ്സ് ഔട്ട് ദെയർ. CPA പഠിക്കാൻ വേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊവൈഡേഴ്സ് ആണ് സർജൻ. ആൻഡ് വി പ്രൊവൈഡ് ഫ്രീ ഇവാലുവേഷൻ സപ്പോർട്ട് ഫോർ CPA. കാരണം CPA എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവാലുവേഷൻ സർവീസ് വേണം. ആ ഒരു ഇവാലുവേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരും. റഫ് ഇവാലുവേഷൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കുള്ള അമേരിക്കൻ ഇവാലുവേഷനിലേക്ക് ഗൈഡ് ചെയ്യുക. ആൻഡ് എക്സാം രജിസ്ട്രേഷന്റെ ഗൈഡൻസും അതുപോലെ തന്നെ ലൈസൻസിന്റെ ഗൈഡൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് 1-on-1 റിവിഷൻ സെഷൻസ്. ഫാക്കൽറ്റീസ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കും. ഹോളിഡേസ് ഒഴിച്ച് അല്ലാത്ത അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ കോൺടാക്ട് ദ ഫാക്കൽറ്റി ഡയറക്ട്ലി. ആൻഡ് വി പ്രൊവൈഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. എല്ലാ എക്സാമും പാസ്സായി കഴിഞ്ഞവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും വി ആർ പ്രൊവൈഡിംഗ് ദർ. ആൻഡ് ഓഫീസ് സ്റ്റാഫിന്റെ പൂർണ്ണമായുള്ള സപ്പോർട്ടും വിൽ ബി ദർ ഫ്രം ദ പ്രപ്റ്റി. ആൻഡ് സർജന്റിന്റെ കേസ് ഇപ്പൊ നിങ്ങളെ കുറെ കേൾക്കുന്ന സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, നിങ്ങൾ കുറെ ചാറ്റ് GPT പോലത്തെ സാധനങ്ങളെ പറ്റി നിങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു റിവ്യൂ പ്രൊവൈഡർ ആണ് സർജൻ CPA റിവ്യൂ. നിങ്ങൾ സർജൻ CPA റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ആരും നിങ്ങളെ കൊണ്ടൊരു 150 ക്വസ്റ്റ്യൻസ് ഈ ആപ്പ് ചെയ്യിക്കും. ഒരു വെബ് പോർട്ടലാണ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഇവർ തന്നെ ഉണ്ടാക്കി തരും. ഓക്കെ, ആൻഡ് they will make you do the MCQs, they will make you do task based simulations, and with each correct simulation your score gets improved. So നമുക്ക് റെഡി സ്കോർ എന്ന സാധനമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും തോറും റെഡി സ്കോർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് നമ്മൾ തെറ്റിക്കും തോറും റെഡി സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ റെഡി സ്കോറിന് ഏകദേശം അടുത്തായിട്ടുള്ള സ്കോർ തന്നെയാണ് മിക്കവാറും എക്സാമിന് കിട്ടാൻ പോകുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർജൻ CPA റിവ്യൂവിൽ 80 മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. റെഡി സ്കോർ 80 ഉണ്ടെങ്കിൽ ഏകദേശം 82 അല്ലെങ്കിൽ 78 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിന് കിട്ടാൻ പോവുക. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് സർജന്റിന്റെ കാര്യങ്ങൾ പോവുക. ആൻഡ് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് സർജൻ. എന്നെ CPA എക്സാം പാസ് ചെയ്യാൻ വേണ്ടി സർജൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ,
ആൻഡ് ഏകദേശം 92% പാസ് റേറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ബോസ്റ്റ് 50% സ്റ്റഡിന്റെ. കാരണം സർജന്റിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സിന്റെ കൂടാതെ സർജന്റിനകത്തും എക്സ്പ്ലനേറ്ററി വീഡിയോസ് ഉണ്ട്. എവറിത്തിങ് ഈസ് ഷോർട്ട് ആൻഡ് ടു ദി പോയിന്റ്. ഓക്കെ, നമുക്ക് PDF ആയിട്ടുള്ള ടെക്സ്റ്റും കിട്ടും, അതേപോലെ തന്നെ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കും കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ക്രിസ്പ് വേർഷൻ ആണ് അവർ വീഡിയോയിലൂടെ തരിക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ്. നമുക്ക് നമ്മൾ അമേരിക്കൻ സാധനം പഠിച്ചു വരുമ്പോൾ ആദ്യം കുറച്ച് പുകയായിരിക്കും തരില്ല, എനിക്ക് സംഭവിച്ചാണ്. പക്ഷേ വെൻ യു സിറ്റ് വിത്ത് ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. സർജന്റിന് ഒരുപാട് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പോയിന്റ്സ്, നമുക്ക് വേണ്ട കൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർജന്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് അത്യാവശ്യം കോംപ്രഹെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടായിരിക്കും. സോ സർജൻ ഇസ് എ വെരി നൈസ് അഡീഷണൽ തിങ് ടു ഹാവ് along with PrepQ.